ഓക്കെ സോ ഈ വീഡിയോയിൽ നമുക്ക് ഫ്രെഡൽഹോം ഇൻറ്റഗ്രൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ് വിത്ത് സെപ്പറബിൾ കേർണലിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് എങ്ങനെയാണത് സോൾവ് ചെയ്യുന്നതെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫോർ ദാറ്റ് കൺസിഡർ ദ ഫ്രെഡൽഹോം ഇൻറ്റഗ്രൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ് y of x is equal to f of x plus lambda integral 0 to 1 മൈനസ് 3x ഖൈ y ഓഫ് ഖൈ ഡി ഖൈ. അപ്പോൾ ഇവിടെ നമ്മുടെ കേർണലാണ് ഈ തന്നേക്കുന്നത്. ഓക്കെ, ഈ തന്നേക്കുന്നതാണ് നമ്മുടെ കേർണൽ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമുക്ക് തന്നേക്കുന്ന കേർണൽ സെപ്പറബിൾ ആണോ എന്ന് വെരിഫൈ ചെയ്യണം. സെപ്പറബിൾ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എ പ്രോഡക്റ്റ് ഓഫ് ഫങ്ഷൻ ഓഫ് എക്സ് ആൻഡ് ഖൈ. അത് അങ്ങനത്തെ ഫങ്ഷൻസിൻ്റെ സം ആ ഒരു ഫോമാറ്റിലാണോ കിടക്കുന്നതെന്ന് നോക്കാം. സോ ഇതിന് ഈ 1 ആദ്യത്തെ ടേം എന്താണ്? 1 നമുക്ക് 1 into 1 എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ f1 ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആയിട്ടും g1 ഓഫ് എക്സിനെ 1 ആയിട്ട് ഞാൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി സെക്കൻഡ് ടേം നോക്കിക്കേ, മൈനസ് 3x ഖൈ. ഇതിനകത്ത് ഞാൻ എൻ്റെ f2 ഓഫ് എക്സിനെ മൈനസ് 3x എന്നും g2 ഓഫ് ഖൈയിനെ ഖൈ എന്നും പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം ഈ തന്നേക്കുന്ന കേർണലിനെ ഏത് ഫോമാറ്റിൽ എഴുതാൻ പറ്റി? സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് ഫങ്ഷൻ ഓഫ് എക്സ് ആൻഡ് ഖൈ എന്ന് പറഞ്ഞ ഫോമിൽ എഴുതാൻ പറ്റി. സോ ഈ തന്നേക്കുന്ന കേർണൽ എന്താണ്? ഇറ്റ് ഈസ് എ സെപ്പറബിൾ കേർണൽ. സോ ഞാൻ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഇൻറ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, സോ എങ്ങനെ വരും? എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇൻറ്റഗ്രൽ 0 to 1 into y of ഖൈ. സോ y of ഖൈ ഡി ഖൈ. പിന്നെ മൈനസ് 3x പുറത്തോട്ടേക്ക് എടുക്കാം, ലാംഡ അവിടെ ഉണ്ടാവും. സോ മൈനസ് 3 ലാംഡ എക്സ് ഇൻറ്റഗ്രൽ 0 to 1. പിന്നെ ഇവിടെ ആരുണ്ട്? ഖൈ ഇൻറ്റു y ഓഫ് ഖൈ ഡി ഖൈ. സോ നമുക്ക് എന്താണ്? നമ്മുടെ വൈയുടെ ജനറൽ ഫോം കിട്ടി. ഇനി നമുക്ക് എന്താണ് ഇവിടെ ശരിക്കും പറഞ്ഞ് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്? C1 C2. അപ്പം നമ്മൾ C1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഡിനോട്ട് ചെയ്തത്? C1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇൻറ്റഗ്രൽ 0 to 1 g1 ഓഫ് ഖൈ y ഓഫ് ഖൈ ഡി ഖൈ ആയിരുന്നു അല്ലേ? ഇതായിരുന്നു എൻ്റെ C1. ഇനി C2 എന്തായിരുന്നു? ഇൻറ്റഗ്രൽ 0 to 1 g2 ഓഫ് ഖൈ y ഓഫ് ഖൈ ഡി ഖൈ. ഓക്കെ, അപ്പോൾ ഞാൻ അന്നേരം എന്താ ചെയ്യുന്നത്? ഇതാണ് നമ്മുടെ C1, ഇത് നമ്മുടെ C2. ഈ ഒരു ഇൻറ്റഗ്രലാണ് നമ്മുടെ C1 C2. സോ വി പുട്ട് C1 is equal to ഇൻറ്റഗ്രൽ 0 to 1 y ഓഫ് ഖൈ ഡി ഖൈ. കാരണം g1 ഓഫ് ഖൈ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 അല്ലേ നമുക്ക് കിട്ടിയത്. g2 ഓഫ് ഖൈ എന്ന് പറയുന്നത് ഖൈ. സോ ഖൈ മാറ്റി എക്സ് കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്തൊക്കെ? g1 ഓഫ് എക്സ് 1 ആവും, g2 ഓഫ് എക്സ് എക്സും ആയിരിക്കും. സോ C1 C2 നമ്മുടെ ഉണ്ട്. അതിൽ നിന്ന് g1 ഓഫ് എക്സും g2 ഓഫ് എക്സും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്ത പ്രൊസീജിയർ എന്തായിരുന്നു? നമുക്ക് ഫസ്റ്റ് നമുക്ക് റീപ്ലേസ് ചെയ്യണ്ടേ? സോ y ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇൻറ്റു ഈ ഒരു ടേമിന് C1 കൊടുത്തു മൈനസ് 3 ലാംഡ എക്സ് ഇൻറ്റു C2, ഇക്വേഷൻ നമ്പർ 2. അപ്പം നമ്മൾ എന്തായിരുന്നു ചെയ്തത്? തന്നേക്കുന്ന ഇക്വേഷനെ g1 കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക ആൻഡ് ഇൻറ്റഗ്രേറ്റ് ഓവർ 0 to 1. സോ വിൽ ഗെറ്റ് ആ ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് എന്താ ചെയ്യുന്നത്? തന്നിരിക്കുന്ന y ഓഫ് എക്സിനെ g2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻറ്റഗ്രൽ ഫ്രം 0 to 1 ചെയ്യുമ്പം നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷനിൽ സെക്കൻഡ് ഇക്വേഷനും കിട്ടും. സോ ഒരു പ്രൊസീജിയറാണ്. ഇവിടെ g1 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് അത് തന്നെ കിട്ടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. സോ ഇൻറ്റഗ്രൽ 0 to 1 y ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ലാംഡ C1 ഇൻറ്റഗ്രൽ 0 to 1 ഡി എക്സ് മൈനസ് 3 ലാംഡ C2 ഇൻറ്റഗ്രൽ 0 to 1 ഡി എക്സ്. ഈ ഒരു ഫോമാറ്റ് കിട്ടും. ഇനി ഇത് നമ്മുടെ എന്താണ്? നമ്മുടെ C1 ആണ്. ഇനി ഈ കിടക്കുന്ന ക്യാപിറ്റൽ എഫ് വരുന്ന അതേപോലെ ഞാൻ എഴുതി പ്ലസ് ലാംഡ C1 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to 1 ഡി എക്സ്. ഇൻറ്റഗ്രൽ എക്സ് ആണ്. അപ്പോൺ ദ ലിമിറ്റ് 0 to 1, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എടുക്കുമ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? ഇൻറ്റു 1 കിട്ടും. മൈനസ് 3 ലാംഡ C2 ഇൻറ്റു എക്സിൻ്റെത് x²/2 ആണ്. അപ്പോൺ ദ ലിമിറ്റ് 0 to 1 ആണ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1/2 എന്ന് പറഞ്ഞ് കിട്ടും. സോ C1 is equal to integral 0 to 1 f of x dx plus lambda C1 minus 3/2 lambda C2 എന്ന് പറഞ്ഞ് കിട്ടി.
ഇനി ഞാൻ എന്താ ചെയ്യുന്നത്, നമ്മൾ ആ β1 β2 അതിനെല്ലാം ഒരു സൈഡിൽ, പിന്നെ സികളുള്ള ടേമുകൾ ഒരു സൈഡ്, ഓർമ്മയുണ്ടോ? അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ടേമിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു, സിനെ ഇവിടോട്ടും കൊണ്ടുവരുന്നു. എഫിൻ്റെ ഇവിടെ വെച്ചിട്ട് ബാക്കി എല്ലാത്തിനെയും അപ്പുറത്ത് കൊണ്ടുപോകുന്നു. സോ ഇൻറ്റഗ്രൽ 0 to 1 f(x) dx is equal to എന്തായിരിക്കും കിട്ടുക? യെസ്, C1 മൈനസ് ലാംഡ C1 എന്ന് പറഞ്ഞ് കിട്ടും. C1 മൈനസ് ലാംഡ C1, പിന്നെന്താ വരുന്നത്, മൈനസ് അപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് 3/2 ലാംഡ C2 എന്ന് പറഞ്ഞ് കിട്ടും. ഇതെന്താണ് നമ്മുടെ ഇൻറ്റഗ്രൽ 0 to 1 ക്യാപിറ്റൽ f(x) dx. ഈ ടേം ശരിക്കും പറഞ്ഞാൽ എന്താണ്, നമ്മുടെ β1 ആണ്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ എഴുതിയിട്ട് ഈ ഒരു ടേമിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, C1 കോമൺ എടുക്കുന്നു. സോ വിൽ ഗെറ്റ് 1 മൈനസ് ലാംഡ C1 പ്ലസ് 3/2 ലാംഡ C2. ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് പേര് കൊടുക്കുന്നു. ഇനി നേരത്തെ അതേ പ്രൊസീജിയർ ഇവിടെ G1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ ഇക്വേഷൻ 2നെ ഇനി നമ്മൾ എന്ത് ചെയ്യണം, G2 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ആണ്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ഇൻറ്റഗ്രേറ്റഡ് ഫ്രം 0 to 1. സോ ഇൻറ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു വൈ ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ലാംഡ C1 ഇൻറ്റഗ്രൽ 0 to 1 എക്സ് ഡി എക്സ് മൈനസ് 3 ലാംഡ C2 ഇൻറ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞ് കിട്ടും. സാധാരണ ചെയ്യുന്ന പോലെ ഇൻറ്റഗ്രൽസ് എല്ലാം ഇവാലുവേറ്റ് ചെയ്യുക. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കിടക്കുന്ന ഇൻറ്റഗ്രൽ എന്ത് ചെയ്യരുത്, ഇവാലുവേറ്റ് ചെയ്യരുത്. ഇനി ബാക്കിയുള്ള ടേമുകളെല്ലാം, അതായത് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇൻറ്റഗ്രൽ 0 to 1, ഓക്കെ, ആ ഒരു ടേം ഒരു സൈഡിൽ വെച്ചിട്ട് ബാക്കി എല്ലാത്തിനെയും അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകാം. അന്നേരം നമുക്ക് ഈ ഒരു ഫോർമാറ്റ് കിട്ടും. ഇൻറ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ ബൈ 2 C1 പ്ലസ് 1 പ്ലസ് ലാംഡ C2. അപ്പോൾ നമുക്ക് രണ്ട് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ഒരു സിസ്റ്റം, ഇത് രണ്ടാമത്തെ സിസ്റ്റം ഓഫ് ഇക്വേഷനിലെ ആദ്യത്തെ ഒരു ഇക്വേഷനാണ് ഞാൻ ദാ ഇവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഇവിടെയും ഉണ്ട്, പിന്നെ ഒരു ഇക്വേഷൻ താണ്ടെ ഇവിടെയും നമുക്കൊരു ഇക്വേഷനുണ്ട്. ഓക്കെ, സോ ഈ രണ്ട് ഇക്വേഷനെയും കൂടി ഒരുമിച്ച് വെച്ച് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഗോള്. ഓക്കെ, നൗ കൺസിഡർ ദ സിസ്റ്റം 3 and 4 and determine the coefficient is and the determinant of coefficients is given by. അതായത് നമ്മുടെ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ നമ്മുടെ ഐ മൈനസ്, നമ്മളിങ്ങനെയല്ലേ എഴുതിയത്, ഐ മൈനസ് ലാംഡ എ ഇൻറ്റു നമ്മുടെ സികൾ വരുന്ന ഒരു ഇക്വേഷൻ ഞാൻ സി എന്ന് കൊടുക്കുന്നു, ഈക്വൽ ടു ബീറ്റ. ഈ ഒരു ഫോർമാറ്റിലായിരുന്നു കിടന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ കിടക്കുന്നത് നമ്മുടെ β2ഉം നേരത്തേലെ β1ഉം ആയിരിക്കും. പിന്നെ ഇതാണ്, ഈ കോഎഫിഷ്യൻറ്റുകളാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഐ മൈനസ് ലാംഡ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ കോഎഫിഷ്യൻസ് ആയിട്ട് വരുന്നത്. അപ്പം അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, കോഎഫിഷ്യൻറ്റുകൾ എടുത്ത് എഴുതിയിട്ട് എന്ത് ചെയ്യുക, ഡിറ്റർമിനൻറ്റ് ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എന്നാണ് നമ്മൾ ആ ഡിറ്റർമിനൻറ്റിന് കൊടുത്തത്. സോ ഒന്നും കൂടി ഞാൻ ഇവിടെ എഴുതി തരാം, ഡിറ്റർമിനൻറ്റ് ഓഫ് ഐ മൈനസ് ലാംഡ എ. ഓക്കെ, അപ്പം നമുക്കതെന്താ കിട്ടിയത്, 1 മൈനസ് ലാംഡ 3/2 ലാംഡ മൈനസ് ലാംഡ ബൈ 2 1 പ്ലസ് ലാംഡ എന്ന് പറഞ്ഞ് കിട്ടി. ഈ ഡിറ്റർമിനൻറ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് 1/4 ലാംഡ സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം നമ്മുടെ ഡെൽറ്റയുടെ വാല്യൂ എന്ത് ചെയ്യണം, നമുക്ക് രണ്ട് കേസസുകളാണ് വരുന്നത്. എഫ് 0 ആവുന്ന സമയത്ത്, എഫ് നോൺ 0 ആവുന്ന സമയമുണ്ട്. ഇനി എഫ് 0 ആവുന്ന ടൈമിൽ ഡെൽറ്റ 0 ആയാൽ എന്തായിരിക്കും, യുണീക്ക് ട്രിവിയൽ സൊല്യൂഷൻ ആയിരിക്കും. ഡെൽറ്റ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആയിരിക്കും. ഇനി അപ്പം അതേപോലെ നമ്മൾ എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്ത് വരും. അപ്പോൾ ഡെൽറ്റ 0 ആകുമ്പം ലാംഡയ്ക്ക് എന്ത് വാല്യൂ കിട്ടുന്നു എന്നറിയണ്ടേ. സോ വി വിൽ പുട്ട് ഡെൽറ്റ ഈക്വൽ ടു 0. ഡെൽറ്റ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1/4 ലാംഡ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കിട്ടും. അതായത് നമ്മുടെ ലാംഡ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 എന്ന് വരും. അതായത് ലാംഡ എന്തായിരിക്കും, ഇറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് 2. Okay, it follows that a unique solution exists if and only if lambda not equal to plus or minus 2.
and is obtained by solving equation number 3 and 4 for C1 and C2 and substituting the result in equation number 2. Okay. In particular, if f of x is equal to 0, ഓർമ്മയുണ്ടല്ലോ ക്യാപിറ്റൽ എഫ് 0 ആവുന്ന ടൈമിൽ ആൻഡ് ഡെൽറ്റ നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ നമുക്ക് എന്തായിരിക്കും യുണീക്ക് ട്രിവിയൽ സൊല്യൂഷൻ. ട്രിവിയൽ സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും നമ്മുടെ y ഓഫ് എക്സ് ഐഡൻറ്റിക്കലി ഈക്വൽ ടു 0, അതായിരിക്കും നമ്മുടെ സൊല്യൂഷൻ. ഇനി ദ നമ്പർ ലാംഡ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 ആർ ദി ക്യാരക്ടറിസ്റ്റിക് നമ്പർ ഓഫ് ദി പ്രോബ്ലം. ഓക്കെ, ഇനി ലാംഡ ഈക്വൽ ടു 2 ആവുന്ന കേസിൽ എന്താ സംഭവിക്കുക എന്ന് നോക്കാം. ഇനി എഫിൻ്റെ കാര്യം നിങ്ങൾ ആലോചിക്കേണ്ട, നമുക്ക് ഇനി ഒരു 2 സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അതായത് ലാംഡ 2 ആവുമ്പോഴും -2 ആവുമ്പോഴും നമ്മുടെ ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളത് നമ്മളൊന്ന് കാണും. അത് കണ്ടതിന് ശേഷമാണ് ഇനി അടുത്ത പറയും എഫ് 0 ആകുമ്പോൾ എഫ് 0 അല്ലാത്തപ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുക എന്നുള്ളത് നോക്കും. ഓക്കെ, സോ ഇഫ് ലാംഡ ഈക്വൽ ടു 2, ദ ഇക്വേഷൻ 3 and 4 ടേക്ക് ദ ഫോം, അതായത് ലാംഡ 2 ഇട്ട് കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 3 4 ആ ഹൈലൈറ്റ് ചെയ്ത 2 ഇക്വേഷൻസ് ഇല്ലേ, ഇതാണ്ടേ ഇൻറ്റഗ്രൽ 0 to 1 x ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് ലാംഡ ബൈ 2 C1 പ്ലസ് 1 പ്ലസ് ലാംഡ C2. ഇതൊരു ഇക്വേഷൻ. അടുത്ത ഇക്വേഷൻ ഇൻറ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് ലാംഡ C1 പ്ലസ് 3/2 ലാംഡ C2. അപ്പോൾ ഇതിനകത്ത് ഈ ലാംഡകൾക്ക് എന്ത് ചെയ്യുക, 2 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കുക. അന്നേരം നമുക്ക് ഇതാണ്ട് ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും. മൈനസ് C1 പ്ലസ് 3C2 ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞ് കിട്ടും. ഇക്വേഷൻ നമ്പർ 4ലും ലാംഡയ്ക്ക് 2 ഇട്ട് കൊടുത്തതാണ്ട് നമുക്കിങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനെ കളക്റ്റീവ്ലി ഒരു സിസ്റ്റം ആക്കിയിട്ട് ഇക്വേഷൻ നമ്പർ 5 എന്ന് ഞാൻ പേര് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യുന്ന ലാംഡയ്ക്ക് -2 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കും ഇക്വേഷൻ 3ലും 4ലും. അന്നേരവും എനിക്ക് അടുത്തൊരു സിസ്റ്റം കിട്ടും. 3C1 മൈനസ് 3C2 ഈക്വൽ ടു, ഇതാ സിസ്റ്റമാണ്. 3ഉം 4ഉം ചേഞ്ച് ചെയ്യുന്ന ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ബോക്സ് ഇടുക. 3C1 മൈനസ് 3C2 ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ്. C1 മൈനസ് C2 ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇനി ഇതിനകത്ത് ഈ 3 ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് 3 കോമൺ എടുത്തിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അന്നേരം എന്ത് വരും, C1 മൈനസ് C2 ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ്. അടുത്തത് വീണ്ടും എന്താ കിട്ടും, C1 മൈനസ് C2 ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ക്ലിയർ ആയോ? എന്നിട്ട് ഈ സിസ്റ്റത്തിന് ഞാൻ ഇക്വേഷൻ നമ്പർ 6 എന്ന പേര് കൊടുക്കുക. സോ ലാംഡയ്ക്ക് 2 ഇട്ട് കൊടുത്തപ്പം എനിക്കൊരു സിസ്റ്റം കിട്ടി, ലാംഡയ്ക്ക് -2 ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് വേറെ ഒരു സിസ്റ്റവും കിട്ടി. ഓക്കെ, ഇത്രയും ക്ലിയർ ആണ്. അതായത് നമുക്ക് കിട്ടിയത് എന്താ, ലെഫ്റ്റ് സൈഡ് സെയിമും റൈറ്റ് ഡിഫറെൻറ്റും ആയിട്ട്. ദാറ്റ് മീൻസ് ദെയർ ഇസ് നോ സൊല്യൂഷൻ ഫോർ ദ സിസ്റ്റം. ഒബ്വിയസ്ലി നമ്മളിത് കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുക, കണ്ടോ ഇവിടെ നോക്കിയാൽ -C1 പ്ലസ് 3C2 കണ്ടോ, ഇപ്പുറത്ത് എന്താ വരുന്നത് ഇൻറ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ്, അടുത്ത സൈഡിൽ ഇൻറ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. സിമിലർലി ലാംഡയ്ക്ക് -2 കൊടുക്കുമ്പോഴും ഇതേപോലെയൊരു സാഹചര്യമാണ് നമുക്ക് അറൈസ് ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? അപ്പോൾ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ 5 ഇൻകമ്പാറ്റബിൾ എന്ന് വെച്ചാൽ അതിന് സൊല്യൂഷൻസ് ഉണ്ടാവില്ല അൺലെസ്, എപ്പോഴേ ഉണ്ടാവുള്ളൂ ഈ റൈറ്റ് സൈഡ് അല്ലേ, അതാണ്ട് ഈ ഇൻറ്റഗ്രൽസ് രണ്ടും ഈക്വൽ ആയാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ, അതിന് സൊല്യൂഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റും. അൺടിൽ ആൻഡ് അൺലെസ് ഇൻറ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്, വി ക്യാൻ സേ ദാറ്റ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ വിൽ ഹാവ് നോ സൊല്യൂഷൻ. ഓക്കെ, സോ അതൊന്ന് ഓർത്തിരിക്കുക. അതായത് ഇൻറ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ആവണം. ഓർ ഈ ഇൻറ്റഗ്രലിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് കോമൺ ആയിട്ടുള്ള 1 മൈനസ് എക്സ് ഇൻറ്റഗ്രൽസിനെ ഒരുമിക്കുക. കാരണം ലിമിറ്റ് 0 to 1 ആണ് രണ്ടിൻ്റെയും. കോഎഫിഷ്യൻസുകൾ കോമൺ എഫ് ഓഫ് എക്സ് എടുക്കുമ്പോൾ 1 മൈനസ് എക്സിൻ്റെ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 0. അതിന് ഇക്വേഷൻ നമ്പർ 7 എന്ന് കൊടുത്തു. സിമിലർലി ഇക്വേഷൻ 6 ഇൻകോമ്പാക്റ്റബിൾ ആയിരിക്കും, അതായത് അതിന് സൊല്യൂഷൻ ഉണ്ടാവൂല. ഇനി സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ അൺലെസ്, സോ ഇൻകോമ്പാറ്റബിൾ ആയിരിക്കും, ബട്ട് ഇറ്റ് ഈസ് കോമ്പാറ്റബിൾ അൺലെസ് 1/3 ഇൻറ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു
ഇൻറ്റഗ്രൽ 0 to 1 x ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതിനെ ഇതേപോലെ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്ന് കോമൺ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനൊരു ഇൻറ്റഗ്രൽ കിട്ടും. നോ ഇഫ് 7 and 8 are satisfied, അപ്പോൾ 7 ഉം 8 ഉം സാറ്റിസ്ഫൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ 5നും 6നും സൊല്യൂഷനുണ്ട്. ഇനി അങ്ങനെ ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആയിരിക്കും. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന യുണീക്ക് കിട്ടത്തില്ല, എപ്പോഴും എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആയിരിക്കും കിട്ടുക. സോ അങ്ങനെ ഒരു ഇൻഫൈനൈറ്റ് നമ്പർ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? റിഡൻഡൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണ്, ഡെൽറ്റയും 0 ആണ്. അപ്പം നമ്മളിപ്പം നോക്കിയത് എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് 0 ആവുന്ന കേസാണ് ഇപ്പം നോക്കുന്നത്. എഫ് ഓഫ് എക്സ് 0 ആണെങ്കിൽ എന്ത് ചെയ്യും? ആ ഇക്വേഷൻ 7ൻ്റെ ലാംഡ ഈക്വൽ ടു 1 ആൻഡ് ഇക്വേഷൻ 7ഉം സാറ്റിസ്ഫൈ ചെയ്യും. കാരണം റൈറ്റ് സൈഡിൽ കിടക്കുന്ന എല്ലാം 0 ആയി പോവുമല്ലേ. ഇൻ 5 ആൻഡ് ഇറ്റ് ഗിവ്സ് -c1 + 3c2 = 0. അതായത് c1 = 3c2 എന്ന് പറഞ്ഞ് കിട്ടും. ഈ ഒരു റിലേഷൻ നമ്മുടെ ഇക്വേഷൻ 2-നകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കണ്ട, ലാംഡ c1 - 3 ലാംഡ c2 x. അതിനകത്ത് c1ന് പകരം എന്തിട്ട് കൊടുക്കുക? 3c2 ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ y ഓഫ് എക്സ് എങ്ങനെ കിട്ടും? a × 1 - x കിട്ടും. ഇത് ഏത് കേസാണ്? ലാംഡയുടെ വാല്യൂ 2 ആവുന്ന കേസിലെ കണ്ടീഷനാണ് നമ്മൾ എടുത്തത്. So we got that our y of x is equal to a into 1 - x when lambda equal to 2. അതായത് ലാംഡ 2 എന്ന ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് എനിക്കൊരു ഐഗൺ ഫങ്ഷൻ കിട്ടി. അതെന്താണ്? y of x is equal to a into 1 - x, where a എന്ന് പറയുന്നത് 6c2 is an arbitrary constant. ഓക്കെ, സോ നമുക്ക് ഐഗൺ ഫംഗ്ഷൻ കിട്ടി, ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടി. ദസ് ദ ഫംഗ്ഷൻ 1 - x ഓർ എനി നോൺ സീറോ മൾട്ടിപ്പിൾ ഓഫ് ദറ്റ് ഫംഗ്ഷൻ. 1 - x മാത്രമല്ല ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് 2 × 1 - x സൊല്യൂഷനാണ്, 5 × 1 - x സൊല്യൂഷൻ. സോ എനി മൾട്ടിപ്പിൾ ഓഫ് 1 - x is also a solution. ഓക്കെ, സോ കറസ്പോണ്ടിങ് ടു ദ ക്യാരക്ടറിസ്റ്റിക് നമ്പർ ലാംഡ ഈക്വൽ ടു 2 നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ y ഓഫ് എക്സ് കിട്ടി. ഇനി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0യും ഡെൽറ്റ ഈക്വൽ ടു 0യും എടുക്കുക. ഏത് കേസിലാണ്? ലാംഡയുടെ വാല്യൂ -2. അപ്പോൾ നമുക്ക് 2 ഐഗൺ വാല്യൂസാണ്, ലാംഡ ഈക്വൽ ടു 2ഉം ലാംഡ ഈക്വൽ ടു -2. സോ 2ൻ്റെ കേസ് നമ്മളിപ്പോൾ കണ്ടു. ഇനി -2ൻ്റെ കേസ് നോക്കുക. -2ൻ്റെ കേസിൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പം ഇക്വേഷൻ 8ൻ്റെ റൈറ്റ് സൈഡും 0 ആയിപ്പോൾ. സോ c1 - c2 = 0 എന്ന് കിട്ടി, വിച്ച് മീൻസ് c1 = c2. c1 = c2 എന്നുള്ളത് നമ്മൾ നമ്മുടെ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കോമൺ ടേംസ് ഒക്കെ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് അവർ y ഓഫ് എക്സ് ആസ് b × 1 - 3x വെൻ ലാംഡ ഈസ് ഈക്വൽ ടു -2. ഇനി b എന്ന് പറഞ്ഞാൽ -2c2 എന്നാണ്, വിച്ച് ഇസ് എ കോൺസ്റ്റൻറ്റ്. അതെന്ത് കോൺസ്റ്റൻറ്റ് വേണമെങ്കിലും ആവാം. ദസ് ദ ഫംഗ്ഷൻ 1 - 3x or any non-zero multiple of that function is a characteristic function corresponding to the characteristic number lambda is equal to -2. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മുടെ ഹോമോജീനിയസ് കേസാണ്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോഴുള്ളത്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് നോൺ ഹോമോജീനിയസ് കേസിൻ്റെ കാര്യമാണ്. ഇൻ നോൺ ഹോമോജീനിയസ് കേസ്, അതായത് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ യുണീക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ഇഫ് ലാംഡ നോട്ട് ഈക്വൽ ടു +or -2. അതായത് നമ്മുടെ ഡെൽറ്റ എന്താവരുത്? 0 ആവരുത്. 0 ആവരുതെന്ന് പറഞ്ഞാൽ ഡെൽറ്റ നോട്ട് ഈക്വൽ ടു 0 മീൻസ് അവർ ലാംഡ ഷുഡ് നോട്ട് ബി +or -2. ഓക്കെ, ഇഫ് ലാംഡ ഈക്വൽ ടു 2, ഇൻ കേസ് ലാംഡ 2 ആവുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക? ഇക്വേഷൻ 7 ഷോസ് നോ സൊല്യൂഷൻ അൺടിൽ എഫ് ഓഫ് എക്സ് ഇസ് ഓർത്തോഗണൽ ടു 1 - x. നമ്മൾ ഓർത്തോഗണലിൻ്റെ കേസ് പറഞ്ഞ ഓർമ്മയില്ലേ? നമുക്ക് തന്നേക്കുന്ന എഫ് ഓഫ് എക്സ് ഒരു നോൺ സീറോ ഫംഗ്ഷനാണ്. ഇനി ലാംഡ ഈക്വൽ ടു 2 കിട്ടിയെന്നിരിക്കട്ടെ, അന്നേരം അതിൻ്റെ അർത്ഥം എന്താണ്? അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവൂല unless f of x is orthogonal to 1 - x on the interval 0 to 1. So unless f of x is orthogonal to the characteristic function corresponding to lambda equal to 2. സോ ഓർത്തോഗണൽ ആണെങ്കിലേ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കേസ് വരുള്ളൂ, അല്ലെങ്കിൽ എന്തായിരിക്കും? നോ സൊല്യൂഷൻ ആയിരിക്കും. സോ ഇഫ് എഫ് ഓഫ് എക്സ് സാറ്റിസ്ഫൈസ് ദിസ് റെസ്ട്രിക്ഷൻ ഓഫ് ഇക്വേഷൻ 5,
are equivalent and from 5 we get c1 is equal to 3c2 minus integral 0 to 1 f of x dx. ഇനി അത് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നിരിക്കട്ടെ, എന്താ നമ്മുടെ എഫ് ഓഫ് എക്സ് ആ റെസ്ട്രിക്ഷൻസ് രണ്ടും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് c1 is equal to 3c2 മൈനസ് ഇൻറ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞ് കിട്ടും. സോ ഫ്രം 2 ഇക്വേഷൻ 2-നകത്തോട്ട് നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ എന്താ നോക്കി, എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇൻറ്റു c1 എന്നല്ലേ കൊടുക്കാറ്, c1ൻ്റെ അവിടെ 3c2 മൈനസ് ഇൻറ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് മൈനസ് 3 ലാംഡ c2 എക്സ് എന്ന് പറഞ്ഞ് കിട്ടി. ഇനി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. റീഅറേഞ്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, വൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് 2 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് എ ഇൻറ്റു 1 മൈനസ് എക്സ്. ഈ ഒരു ഫോർമാറ്റിലായിരിക്കും അതിൻ്റെ സൊല്യൂഷൻ. Thus in this case infinitely many solutions exist differing from each other by a multiple of characteristic function. അതിൻ്റെ ഹോമോജീനിയസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഇതാണ്, അതിൻ്റെ മൾട്ടിപ്പിൾ അനുസരിച്ച് അത് മാറത്തുള്ളൂ. ഓക്കെ, സിമിലർലി വെൻ ലാംഡ ഈക്വൽ ടു -2, സോ ലാംഡ -2 വരുന്ന കേസിൽ നോ സൊല്യൂഷൻ ആയിരിക്കും. ബട്ട് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന കേസുണ്ട്. അത് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുക, ഇഫ് അവർ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഓർത്തോഗണൽ ടു 1 - 3x. നമ്മുടെ ആ കോഎഫിഷ്യൻ ഫംഗ്ഷനുമായിട്ട് അത് ഓർത്തോഗണൽ ആണെങ്കിൽ അതിനൊരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. ഒരു സൊല്യൂഷൻ അല്ല, ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. സോ ഇവിടെ രണ്ട് പോസിബിലിറ്റിയാണ്, എഫ് ഓർത്തോഗണൽ ആവുക അല്ലെങ്കിൽ നോ സൊല്യൂഷൻ. സോ നോ സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് കാര്യം കഴിഞ്ഞു. ബട്ട് ഇഫ് അവർ ഗിവൺ എഫ് ഓഫ് എക്സ് ഇസ് ഓർത്തോഗണൽ ദെൻ വി ക്യാൻ ഫൈൻഡ് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം ലാംഡ ഈക്വൽ ടു 2 ചെയ്ത അതേ പ്രൊസീജിയർ ഇവിടെ ചെയ്യാം. ഓക്കെ, നമ്മൾ ആ ഇക്വേഷൻ 6-നകത്തോട്ട് നമുക്ക് ഉള്ള കണ്ടീഷൻസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു റിലേഷൻ കിട്ടും. അത് സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ c1 is equal to c2 plus 1/3 ഇൻറ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഈ റിലേഷൻ എടുത്തുകൊണ്ട് ഇക്വേഷൻ നമ്പർ 2-ലിടുക. ഇക്വേഷൻ നമ്പർ 2-ലിട്ട് റീഅറേഞ്ച് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് അവർ വൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് 2/3 ഇൻറ്റഗ്രൽ 0 to 1 ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ബി ഇൻറ്റു 1 - 3x. ഈ 1 - 3x എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ ഹോമോജീനിയസ് സിസ്റ്റത്തിൻ്റെ റൂട്ടായിരുന്നു അല്ലേ. സോ വെയർ ബി ഇസ് ഈക്വൽ ടു -2c2 is an arbitrary constant. Thus infinitely many solutions exist in this case. സോ ഇത്രയാണ് ഇതിൻ്റെ ഒരു ജനറൽ തിയറി. ഈ ഇല്ലസ്ട്രേറ്റീവ് എക്സാമ്പിളിൽ ഈ കണ്ടീഷൻസിനെ എല്ലാത്തിനെയും കൂടി ഒരു പ്രോബ്ലം രീതിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ. സോ ഇത്രയാണ് ആ ഒരു സെക്ഷനിൽ. പിന്നെ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അപ്പോൾ അത് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഓടിച്ച്, കാരണം അതിനകത്ത് ഇൻറ്റഗ്രൽസ് സോൾവ് ചെയ്യുന്നതൊക്കെ പാർട്ട് വരുന്നുണ്ട്. അതൊക്കെ തനിയെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ബേസിക് ഇൻറ്റഗ്രേഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, show that the characteristic value of lambda for the equation y of x is equal to lambda integral 0 to 2 pi sin x plus chi y of chi dk. So our lambda 1 is equal to 1 by pi and lambda 2 is equal to minus 1 by pi with the corresponding characteristic function of the form y1 of x is equal to sin x plus cos x and y2 of x is equal to sin x minus cos x. അതായത് തന്നേക്കുന്ന ഇൻറ്റഗ്രൽ ഇക്വേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഫങ്ഷൻസും ഇതാണെന്ന് നമ്മൾ കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ തന്നേക്കുന്നതിനകത്ത് ബൈ ഒബ്സർവേഷൻ ഇറ്റ്സെൽഫ് വി ക്യാൻ സേ ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് ഇൻറ്റഗ്രൽ ഇക്വേഷൻ. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ടേം ഇല്ല, 0 ആണ്, ഓഫ് സെക്കൻഡ് കൈൻഡ് ആണ്. പിന്നെ സൈൻ എക്സ് പ്ലസ് കൈ അതെന്താണ്, സെപ്പറബിൾ കേർണലാണ് അല്ലേ. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ കേർണൽ സെപ്പറബിൾ ആണോ നോക്കുക. k of x chi is equal to sin x plus chi sin x cos chi plus cos x sin chi എഴുതാൻ പറ്റും, വിച്ച് ഇസ് സെപ്പറബിൾ. ഇനി നമ്മുടെ y ഓഫ് എക്സിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സെപ്പറബിൾ ഫോം ഇടുക, ഇൻറ്റഗ്രൽസിനെ സ്പ്ലിറ്റ് ചെയ്യുക, നമുക്ക് ഈ ഒരു ഫോമാറ്റ് കിട്ടും. ഓക്കെ, let c1 is equal to integral 0 to 2 pi cos chi y of chi dk. എന്നിട്ട് g1 എന്താണെന്ന് എഴുതുക. c2 ഇൻറ്റഗ്രൽ 0 to 2 pi sin chi y of chi dk ആണ്. അതിൽ നിന്ന് g2 of x, നമ്മൾ g2 of chi ആണ് ഇവിടെ കൊടുക്കുന്നത്. നമുക്ക് വേണമെന്ന് g2 of xും g1 of xും വെച്ചാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 2-നെ മൾട്ടിപ്ലൈ ചെയ്ത്, ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2, അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്.
ഓക്കെ, അത് ഞാൻ ഇവിടെ താഴെ എടുത്ത് എഴുതി. ഓക്കെ, C1 C2 ഫോമിൽ എഴുതിയേക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. Therefore y of x is equal to lambda sin x C1 plus lambda cos x C2. And equation number 2 എന്ന് കൊടുത്തു, which is the solution of the given integral equation. Now our goal is to find C1 and C2 അല്ലേ. സോ G1 കൊണ്ട് ഇക്വേഷൻ നമ്പർ 2 മൾട്ടിപ്ലൈ ചെയ്യുക, G2 കൊണ്ട് നമ്മൾ ഇക്വേഷൻ 2 മൾട്ടിപ്ലൈ ചെയ്യുക ആൻഡ് ഇൻറ്റഗ്രേറ്റ് ഓവർ 0 to 2π. ഓക്കെ, സോ ഇൻറ്റഗ്രൽ 0 to 2π cos x y of x dx is equal to lambda C1 integral 0 to π sin x cos x dx. ഓക്കെ, നമ്മുടെ G1 എന്തായിരുന്നു? cos x അല്ലേ. സോ cos x കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തതാണ്ടേ, cos x, ഇവിടെ cos x, ഇവിടെ cos x ഇൻറ്റു cos x cos സ്ക്വയർ x കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. നമ്മുടെ ഐഡൻറ്റിറ്റീസ് ഒക്കെ ഇല്ലേ, ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസും എല്ലാം ഉപയോഗിച്ച് എന്ത് ചെയ്യണം? ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ C1 is equal to lambda C2π എന്നുള്ളൊരു ഫോമിൽ കിട്ടും, വിച്ച് ക്യാൻ ബി റീ റിട്ടൺ ആസ് C1 minus lambda pi C2 is equal to 0. ഇക്വേഷൻ നമ്പർ 3. ഇനി ഇക്വേഷൻ 2 G2 of x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് സൈൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻറ്റഗ്രേറ്റഡ് ഫ്രം 0 to 2π. അങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഇവാലുവേഷൻ മാത്രമേ ഉള്ളൂ, ഇനി അത് നിങ്ങൾ ചെയ്തോളുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ദാണ്ടേ നമുക്ക് ഇങ്ങനെ ഒരു റിലേഷനും കിട്ടും. സോ ഇക്വേഷൻ 3 and 4 ആർ ദ ടു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, ടു ഇക്വേഷൻസ് ദാറ്റ് ഫോം എ സിസ്റ്റം. സോ അതിൻ്റെ ഡെൽറ്റ കണ്ടുപിടിക്കണം. ഹോമോജീനിയസ് ആകുമ്പോൾ രണ്ട് കേസുകളാണ് അല്ലേ, ഡെൽറ്റ ഈക്വൽ ടു 0 വരുന്നത് കൊണ്ട്. അപ്പം നമുക്കിവിടെ ഐഗൺ വാല്യൂസ്, ഐഗൺ ഫംഗ്ഷനാണ് വേണ്ടത്. അപ്പം ഡെൽറ്റ ഈക്വൽ ടു 0 എന്ന് കൊടുക്കണം, എന്നിട്ട് ലാംഡകളുടെ വാല്യൂസ് കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. നൗ കൺസിഡർ ഇക്വേഷൻ 3 and 4. കണ്ടോ, ഇക്വേഷൻ 3 ഉം 4 ഉം എഴുതി. ഇവിടുത്തെ അൺനോൺസ് ആണ് C1 C2. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1 മൈനസ് ലാംഡ പൈ. ഓക്കെ, ഇങ്ങനെ എഴുതിയാൽ കൺഫ്യൂഷനാകും. ഓക്കെ, നമുക്കിവിടെ 1 ഉണ്ട്, മൈനസ് ലാംഡ പൈ, ഇവിടെ മൈനസ് ലാംഡ പൈ 1, പിന്നെന്തുണ്ട്? C1 C2 ഈക്വൽ ടു 0 0. കണ്ട, ഇതാണ് എൻ്റെ 1 മൈനസ് ലാംഡ എ എന്ന് പറയുന്ന ഇക്വേഷൻ. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറഞ്ഞ് കൊടുത്തത് അല്ലേ. സോ അവർ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് ലാംഡ പൈ മൈനസ് ലാംഡ പൈ 1. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഇവാലുവേറ്റ് ചെയ്യാം. ഡെൽറ്റ ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുക. ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ലാംഡ ഈസ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/π² ആണ്. ദെർഫോർ ലാംഡ ഈസ് ഈക്വൽ ടു പ്ലസ് 1/π ആൻഡ് മൈനസ് 1/π. അപ്പോൾ ആദ്യം വെരിഫൈ ചെയ്യാൻ പറഞ്ഞ് ഇവർ രണ്ടുമാണ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്നാണ്. അത് നമുക്ക് ചെയ്തപ്പോൾ തന്നെ കിട്ടി. ഇനി അടുത്ത ഐഗൺ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. സോ ലാംഡ ഈസ് ഈക്വൽ ടു 1/π നമ്മുടെ വൈക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. അന്നേരം നമുക്ക് എന്ത് കിട്ടും? C1 C2 തമ്മിലുള്ള ഇക്വേഷൻ 2 ഇക്വേഷൻ 3 4 ഇട്ട് കൊടുക്കുക. 3 4 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു റിലേഷൻ കിട്ടും. ആ റിലേഷനെ എടുത്ത് ഇക്വേഷൻ നമ്പർ 2 y of x ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും? ഇക്വേഷൻസ് കിട്ടും. സോ ഇക്വേഷൻ 3 4 ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് C1 ഈക്വൽ ടു C2 എന്ന് പറഞ്ഞാൽ കിട്ടിയത്. അപ്പോൾ ഈ C1 ഈക്വൽ ടു C2 എന്നുള്ളതിനെ ഇക്വേഷൻ നമ്പർ 2 ഇക്വേഷൻ നമ്പർ 2 ഒരു കോൺസ്റ്റൻറ്റ് ടേം എന്തായാലും കാണും. കോൺസ്റ്റൻറ്റ് ടേമിന് ഏന്ന് പേര് കൊടുക്കുക, സൈൻ എക്സ് കോസ് എക്സ്. സോ ലാംഡ ഈസ് ഈക്വൽ ടു 1/πക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇതായിരിക്കും ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. സിമിലർലി നമ്മൾ എന്ത് ചെയ്യുക? ലാംഡയ്ക്ക് മൈനസ് 1/πന്ന് ഇക്വേഷൻ 3 and 4 ഇട്ട് കൊടുക്കുമ്പം C1 C2 തമ്മിൽ ഒരു റിലേഷൻ കിട്ടും. ആ റിലേഷൻ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്തോട്ട് കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യണം. ഇതിൽ കൊണ്ടുപോയി ഇടുമ്പോഴത്തേക്ക് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 കൊണ്ടിടണം. അന്നേരം നമുക്ക് എന്ത് കിട്ടും? നമുക്കിവിടെ കിട്ടുന്ന C1 is equal to മൈനസ് C2 ആണ്. ഇക്വേഷൻ 3 4 സെയിം റിലേഷൻ ആയിരിക്കും കിട്ടുക. ഓക്കെ, അത് കൊണ്ടുവന്ന് ഇക്വേഷൻ 2 ഇടുമ്പം നമുക്ക് ഈ ഒരു ഫോമാറ്റിൽ കിട്ടും. ഇത് ഈ C2/π വേണമെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ B എന്ന് കൊടുക്കാം. B ഇൻറ്റു സൈൻ എക്സ് മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കാം. For the characteristic function corresponding to lambda 2 is equal to minus 1/π is equal to y2 of x is equal to sin x minus cos x. ക്ലിയർ ആയോ? ഇനി ഈ ക്വസ്റ്റ്യൻ്റെ തന്നെ സെക്കൻഡ് പാർട്ടാണ്.
obtain the general solution of the equation y of x is equal to lambda integral 0 to 2 pi sin x plus chi y of chi d chi plus f of x when f of x is equal to x and when f of x is equal to 1 under the assumption that lambda not equal to plus or minus 1 by pi. അതായത് നമ്മുടെ ഡെൽറ്റ നോട്ട് ഈക്വൽ ടു സീറോയും എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് വരുമ്പം കിട്ടുന്ന ജനറൽ സൊല്യൂഷൻ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സെക്കൻഡ്ലി ഡെൽറ്റ നോട്ട് ഈക്വൽ ടു സീറോയും എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 വരുമ്പോഴത്തേക്കുള്ള, അതായത് തൊട്ട് വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്തത്, ഹോമോജീനിയസ് കേസാണ് സോൾവ് ചെയ്തത്. ഇവിടെ താഴെ 2 നോൺ ഹോമോജീനിയസ് കേസസ് ആണ്. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എക്സ് വരുമ്പോഴും എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1 വരുമ്പോഴും ഉള്ള സൊല്യൂഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നേരത്തെ പോലെ തന്നെ കേർണൽ സെപ്പറബിൾ ആണ്, വെരിഫൈ ചെയ്തു. വൈ ഓഫ് എക്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, സിംപ്ലിഫൈ ചെയ്യുന്നു. ഇൻറ്റഗ്രലൊക്കെ പലതും മുകളിലത്തെ അതേപോലെ ഉണ്ടാവും. ഒറ്റ ഒരു കണ്ടീഷനേ ഉള്ളൂ, നമ്മുടെ നേരത്തെ എഫ് ഓഫ് എക്സിൻ്റെ അവിടെ 0 കടന്നെടുത്ത് ഇവിടെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ടേം കാണും. ഫസ്റ്റ് നമുക്കൊന്ന് ജനറൽ ഫോമിലോട്ട് ഇവരെ കൊണ്ടുവന്നതിന് ശേഷം എഫ് ഓഫ് എക്സിന് 1 എന്നും എഫ് ഓഫ് എക്സിന് എക്സ് എന്നുള്ള വാല്യൂസ് ഇട്ട് കൊടുത്ത് സോൾവ് ചെയ്യാം. ഓക്കെ, പ്രൊസീജിയേഴ്സ് ഒക്കെ സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. അവിടെ ചെയ്ത് തന്നെ ഡയറക്റ്റ് റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. ഓക്കെ, ഇവാലുവേറ്റ് ചെയ്യേണ്ട ഇതാണ്ട് ഈ ഇൻറ്റഗ്രൽസൊക്കെ ഒന്നും കൂടി ഇവാലുവേറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. നമുക്ക് അന്നേരം കിട്ടുന്ന റിലേഷൻസിനെ ഇക്വേഷൻ നമ്പർ 3. നേരത്തെ കേസിൽ നമുക്കിവിടെ 0 ആയിരുന്നു അല്ലേ, ഈ ഒരു സൈഡ് നേരത്തെ കേസിൽ 0 ആയിരുന്നു. ഇവിടെ ഇപ്പം നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ കിട്ടി, ഇക്വേഷൻ നമ്പർ 3 കിട്ടും. ഇതേപോലെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പം ഇക്വേഷൻ നമ്പർ 4 കിട്ടും. എന്താ g2 സൈൻ എക്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻറ്റഗ്രേറ്റ് ഓവർ 0 to 2 pi, ആ ഒരു പ്രൊസീജിയർ. ഓക്കെ, അപ്പം നമ്മുടെ 3ഉം 4ഉം നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഡെൽറ്റ എടുത്തു. ഡെൽറ്റ അന്നേരം പ്ലസ് ഓർ മൈനസ് 1 by pi ആണ്. അപ്പോൾ നമ്മുടെ ഡെൽറ്റ നോട്ട് ഈക്വൽ ടു 0, ആ ഒരു കണ്ടീഷനാണ് വേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, എഫ് ഓഫ് എക്സിന് എക്സ് ഇട്ട് കൊടുക്കുക. എഫ് ഓഫ് എക്സിന് എക്സ് ഇട്ട് കൊടുത്തിട്ട് ഈ ഇൻറ്റഗ്രലും ഇവാലുവേറ്റ് ചെയ്യണം. സോ ഇൻറ്റഗ്രൽ 0 to 2 pi എഫ് ഓഫ് എക്സ് കോസ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇവാലുവേറ്റ് ചെയ്തപ്പോൾ 0 എന്ന് കിട്ടി. ഓക്കെ, ഇവാലുവേറ്റ് ചെയ്തപ്പോൾ 0 എന്ന് കിട്ടി. അടുത്തത് ഇൻറ്റഗ്രൽ 0 to 2 pi എഫ് ഓഫ് എക്സ് സൈൻ എക്സ്, എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ്, അത് ഇവാലുവേറ്റ് ചെയ്തപ്പോൾ -2 pi എന്ന് പറഞ്ഞ് കിട്ടി. വെൻ ലാംഡ നോട്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 by pi ആൻഡ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്, ഇക്വേഷൻ 3 and 4 ബിക്കംസ്, നമുക്കൊരു റിലേഷൻ കിട്ടും. ഈ റിലേഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് C1 ഇസ് ഈക്വൽ ടു, നമ്മൾ ആ ഈക്വൽ ടു 0 വരുന്ന റിലേഷൻ മാത്രം എടുത്താൽ മതി. മറ്റേ റിലേഷൻ കൊണ്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല. നമുക്ക് C1 C2 തമ്മിൽ ഡയറക്റ്റ് ഒരു റിലേഷൻ, അതായത് ആ ഇൻറ്റഗ്രൽ വാല്യൂ 0 അല്ലേ കിട്ടിയത്, അതിനർത്ഥം എന്താണ്, ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഇൻറ്റഗ്രൽ 0 കിട്ടിയതിൻ്റെ എന്ത് 0 കിട്ടുന്നത് കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഈ നമുക്കുള്ള എഫ് ഓഫ് എക്സ് ഈ കോസ് എക്സുമായിട്ട് ഓർത്തോഗണലായിരിക്കും. കോസ് എക്സുമായിട്ട് ഓർത്തോഗണലാണ്. ഇൻ ദിസ് ഇൻ്റർവെല്ലിൽ എവിടെയോ അത് ഓർത്തോഗണലായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഇൻറ്റഗ്രൽ 0. അപ്പോൾ ആ ഒരു കണ്ടീഷൻ എടുത്തിട്ട് വേണം നമ്മൾ നമ്മുടെ റിലേഷൻ ഫോം ചെയ്യാൻ. അങ്ങനെ ആ റിലേഷൻ എടുത്തിട്ട് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2 ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് C2 വാല്യൂ കിട്ടും. ആ C2 വാല്യൂ എടുത്ത് മറ്റേ ഇക്വേഷൻ നമ്പർ 2 അല്ല, ഈ താഴത്തെ ഇക്വേഷനിൽ. ഓക്കെ, ഈ -2 pi എന്ന് പറഞ്ഞ ഇക്വേഷനകത്തോട്ട് ഇവിടുന്ന് കിട്ടുന്ന റിലേഷൻ എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുക. അന്നേരം C1 C2 വാല്യൂസ് നമുക്ക് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഈ C1 C2 വാല്യൂം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സും കൂടിയാണ് ഇക്വേഷൻ 2 ഇടുന്നത്. അന്നേരം നമുക്ക് നമ്മുടെ ജനറൽ സൊല്യൂഷൻ കിട്ടും. ഓക്കെ, സിമിലർ പാറ്റേണിൽ എന്ത് ചെയ്യുക, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 വരുന്ന കേസും സോൾവ് ചെയ്യുക. ഞാൻ ഇതിനകത്ത് സോൾവ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ അതും കൂടി ചെക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് പ്രോബ്ലംസ്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പ്രോബ്ലം. ഇതേ പാറ്റേണിൽ ചിലപ്പോൾ അവർ ചോദിക്കും, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും പലപ്പോഴും റിപ്പീറ്റ് വരുന്നത്. സോ വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു and have a nice day.